പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും എന്നുള്ള രീതിയിൽ യൂണിവേഴ്സിറ്റി തന്നെ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നമുക്ക് അതിൻ്റെ അപ്ഡേറ്റ് നോക്കാം. സ്വയംഭരണ കോളേജുകളിലെ സ്വാശ്രയ കോഴ്സുകൾ അംഗീകാരം വിദ്യാർത്ഥികൾ ഉറപ്പുവരുത്തേണ്ടതാണ്. നമുക്ക് നോക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ സ്വയംഭരണ കോളേജുകൾ വാഗ്ദാനം ചെയ്യുന്ന പുതിയ സെൽഫ് ഫിനാൻസിംഗ് പ്രോഗ്രാമുകളിൽ പ്രവേശനം നേടുന്നതിന് മുമ്പ് അവയ്ക്ക് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷൻ ഉണ്ടെന്ന കാര്യം വിദ്യാർത്ഥികൾ ഉറപ്പുവരുത്തണമെന്ന് രജിസ്ട്രാർ ഡോക്ടർ സി ഡി സെബാസ്റ്റ്യൻ അറിയിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്ത ചില സ്വയംഭരണ കോളേജുകൾ 2026-27 അധ്യയന വർഷം മുതൽ സെൽഫ് ഫിനാൻസിംഗ് മാതൃകയിൽ ബിരുദ പ്രോഗ്രാമുകൾ ആരംഭിക്കുന്നതായി പ്രഖ്യാപനം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇവയ്ക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള അംഗീകാരവും അഫിലിയേഷനും നേടിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ്. യൂണിവേഴ്സിറ്റി ഔപചാരികമായി അംഗീകരിക്കാത്ത ഏതൊരു പ്രോഗ്രാമിലേക്കും പ്രവേശനം നേടുന്ന പ്രവേശനവും യൂണിവേഴ്സിറ്റി ഔപചാരികമായി അംഗീകരിക്കാത്ത ഏതൊരു പ്രോഗ്രാമിലേക്കുള്ള പ്രവേശനവും വിദ്യാർത്ഥിയുടെ സ്വന്തം ഉത്തരവാദിത്തത്തിലുള്ളതാണെന്നും പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി യൂണിവേഴ്സിറ്റി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള സ്വയംഭരണ കോളേജുകൾ, പ്രൈവറ്റ് കോളേജുകൾ അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസ് കോളേജുകൾ ഈ വർഷം മുതൽ പുതിയതായ പല കോഴ്സുകളും ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അഫിലിയേഷനോ വേണ്ടപ്പെട്ട കാര്യങ്ങളോ കോളേജുകൾ ചെയ്തിട്ടില്ല. സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ പ്രവേശനം നേടിക്കഴിഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു തരത്തിലുള്ള അംഗീകാരവും വിദ്യാർത്ഥികൾക്കുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ ഉണ്ടെന്നുള്ളത് വിദ്യാർത്ഥികൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അല്ലാത്ത പക്ഷം അത് വിദ്യാർത്ഥികളുടെ മാത്രം ഉത്തരവാദിത്തമായി തീരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. മൈ നെയിം ഈസ് കൃത. ഫോർ ദ കരിയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.